എല്ലാവർക്കും സുഖം തന്നെയാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? പിന്നെ നമ്മുടെ സാജി ഇന്ന് ഷെരീഫിൻ്റെ വീട്ടിൽ പോയി. ഷെരീഫിൻ്റെ വീട്ടിൽ പോയിട്ട് ഷെരീഫിൻ്റെ വീട്ടിൽ നിന്ന് അവൾ പിന്നെ കുറച്ച് പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി. കാരണം അവൾക്ക് തന്നെ അറിയില്ല അവിടെ എന്താ ചെയ്യുന്നതെന്ന്. അവൾക്ക് പോലും അറിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ജീവിതം ഉള്ളത്. കാരണം ഓൾ നല്ലോണം ജീവിക്കുന്നിടത്തു നിന്ന് ഷെരീഫ് അടക്കം ഒക്കെ സപ്പോർട്ടൊക്കെ ചെയ്തതാണ്. പിന്നെ ആ ഷെരീഫ് ആയിട്ട് പ്രശ്നമായി, എല്ലാവരുമായിട്ട് ഓൾ പ്രശ്നമാണ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇതിങ്ങനെ സംഭവിക്കുന്നത്. കാണുമ്പോൾ ഒരു വിഷമമാകുന്നു. എന്താ ചെയ്യുക? ഇതെന്തെന്നായത് ഓളോട് ഓള് പറയുന്നു ഓളെല്ലാവരുമായിട്ട് എന്തെന്നാ. അപ്പോൾ ആ വീട്ടിൽ പോയിട്ട് ഷെരീഫിൻ്റെ ഉമ്മ, ഷെരീഫിൻ്റെ പിന്നെ ഭാര്യ ഓരെല്ലാം മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ആക്ഷേപിച്ചാൽ ഓനിക്കൊരു വിഷമമല്ലേ. അപ്പോൾ അവളെ വിഷമങ്ങൾ അവൾക്കുണ്ടാവുമായിരിക്കും. എന്നാലും ഷെരീഫ് ഒരു നല്ലൊരു ചെക്കനായതുകൊണ്ട് അതടാ ക്ഷമിച്ച് നിന്നത്. ഓൻ അത്രയും ക്ഷമിച്ചിട്ടാണ് ആ ചെക്കൻ നിന്നത്. കാരണം ഓനിക്ക് എത്രയോ വിഷമങ്ങളുണ്ടാവും. ഓനിക്കറിയാം ഇത് എന്തെന്നാ ശരി എന്താ തെറ്റെന്താന്ന് ആ ഷെരീഫിനറിയാം. അതുകൊണ്ടാണ് അത്രയും ക്ഷമയിൽ അത്രയും നിന്നത്. കാരണം വേറൊരാളാണെങ്കിൽ ഇതൊന്നര ഇതിൻ്റെ അപ്പുറം ഉണ്ടാവും ഈ പ്രശ്നത്തിൽ. കാരണം അങ്ങനത്തെ ഒരവസ്ഥയിലാണ് അവിടെ ഉണ്ടായിരുന്നത്. എനിക്ക് തെറ്റെന്താ ശരിയെന്താന്ന് അറിഞ്ഞോ നല്ലൊരു ദീന് പോയത് ആയ നല്ല ഒരു ചെക്കനായതുകൊണ്ട് ഒരു പ്രശ്നങ്ങളൊന്നുമില്ലാതെ അങ്ങനെ ആയി വന്നു. ഒരുപാട് പിടിച്ചു നിന്നു അവിടെ. പിന്നെ ഓനൊരു നല്ലൊരു ചെക്കനായതുകൊണ്ട്. ഈ സാജിക്ക് എന്താ ഇങ്ങനെ പറ്റിയ ഒന്നും അറിയില്ല. എന്തെന്നായി പറ്റിയെന്ന് മനസ്സിലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ സാജി ഭയങ്കര അവസ്ഥയിലല്ലേ ഇപ്പോൾ ഉള്ളത്. ഓളോട് ആദ്യമേ പറഞ്ഞിനി, നീ എൻ്റെ ഉമ്മാനോട് പോയിട്ട് മാപ്പ് ചോദിക്കണം. ഓള് ചോദിക്കുന്നില്ല. ഓള് പറയുന്നത് ഞാൻ ചോദിക്കൂല എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. ഓളെ ഉമ്മാനെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഓള് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഓളെ ഉമ്മാനോട് മാപ്പ് പറയാതെ ഓളെ വിഷമങ്ങളൊന്നും തീരൂല. ഓള് പോയി മാപ്പ് പറഞ്ഞാലെന്താ? ഓളെ ഇത്രയും ആളെ സപ്പോർട്ട് ചെയ്ത് ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്ത് അപ്പം ഓക്കിങ്ങനെ ഓരോന്നിങ്ങനെ തോന്നുന്നത് പിന്നെ ഓളെ ഉമ്മാൻ്റെ വേദനിപ്പിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ഓളെ ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് ഓള് ക്ഷമ ചോദിച്ചു കഴിഞ്ഞാലാണ് ഓളെ ഉമ്മ ക്ഷമിച്ച് കൊടുത്തിട്ടില്ലെങ്കിലും അള്ള ക്ഷമിച്ചോക്ക് കൊടുക്കും. ഓള് പോയിട്ട് ചോദിക്കണം, ഉമ്മ ഞാൻ ചെയ്തു പോയ തെറ്റ് എൻ്റെ അടുത്ത് എന്തെങ്കിലും പേവ് പറ്റിയിട്ടുണ്ടെങ്കിൽ. ഓളെ അടുത്തായാലും ഉമ്മാൻ്റെ അടുത്ത് ആരടുത്താ തെറ്റെന്ന് അള്ളാഹ്ക്കും പഠിച്ചവനിക്ക് അറിയുള്ളൂ. പക്ഷെങ്കിൽ തെറ്റ് ആരടുത്തുണ്ടായാലും ഉമ്മാനോട് ഒന്നൊരക്ഷരം പറയാൻ പാടില്ല. കമാസ് റബ്ബയാനി സഹീറ, നീ നിൻ്റെ ഉമ്മയോട് ഒന്നൊരു വാക്ക് പോലും പറയാൻ പാടില്ല. അതാണ് ഓക്ക് ഇങ്ങനെ പല പ്രശ്നങ്ങളും വരുന്നത്. ഓക്കെ, ഹായ്.